അവിടെ കിടന്നോണം, പുറത്തിറങ്ങാൻ നോക്കരുത്. പുറത്തിറങ്ങാൻ നോക്കിയാൽ ഞാൻ ആരാണെന്ന് അറിയാമല്ലോ. നീ അറിഞ്ഞോ, നമ്മുടെ രാജകുമാരിയെ കാണാനില്ലെന്ന്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കൊട്ടാരത്തിലേക്ക് പോയാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ രാജകുമാരിയെ ഇന്നലെ മുതൽ കാണാനില്ല. കുമാരിയെ കണ്ടെത്തുകയും രക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് രാജാവ് പാതിരാജ്യം സമ്മാനമായി നൽകുന്നതാണ്. നമുക്കും ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാം അല്ലേ? ഈ വഴി അല്പം കഠിനം തന്നെ, സൂക്ഷിക്കണേ. അത്ഭുതം തന്നെ, ഈ മാനിന് ഒട്ടും ഭയമില്ലല്ലോ. വല്ലാത്ത ക്ഷീണം. നമുക്കിവിടെ കുറച്ചു നേരം ഇരിക്കാം. ദേ ഒരു പ്രതിമ. അയ്യോ, അതെന്തിനാ ഓടിയത്? പേടിച്ചു പോയിട്ടുണ്ടാകും. വാ പോകാം. അയ്യോ കരടി, ഓടിക്കോ. അയ്യോ അയ്യോ, ഓടിക്കോ. മക്കളെ, ഞാൻ നിങ്ങളെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ജീവനോടെ ഉണ്ടാകില്ലായിരുന്നു. അതവളാണ്, നിങ്ങളുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയവൾ. മന്ത്രവാദിനിയായ കലിക. മാനായി വന്നതും കരടിയായി വന്നതുമെല്ലാം അവൾ തന്നെ. നിങ്ങൾ ഈ കാട്ടിൽ കാല് കുത്തിയപ്പോൾ മുതൽ അവൾ അറിയുന്നുണ്ടായിരുന്നു. അവളെ ഇല്ലാതെയാക്കണമെങ്കിൽ ഇതാവശ്യമാണ്. ഇതെങ്ങനെയെങ്കിലും അവളുടെ ഉള്ളിലെത്തിക്കണം. ഈ ആയുധവും വെച്ചോളൂ, നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം. ഞാൻ ഈ കാടിന്റെ സംരക്ഷകനായിരുന്നു. ഒരു ചതിയിൽ അവൾ എന്നെ സിംഹത്തിന്റെ പ്രതിമയാക്കി മാറ്റി. ഇരട്ടകളായ നിങ്ങൾ ദേഹത്ത് വെള്ളമൊഴിച്ചപ്പോഴാണ് എനിക്ക് ശാപമോക്ഷം കിട്ടിയത്. പകൽ അവൾ മാനായി നടക്കും. അപ്പോഴേ അവളെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ആ മന്ത്രവാദിനി എന്ന് തോന്നുന്നു. കണ്ടില്ലേ? ഓ, എന്തൊരു അത്ഭുതം! അവൾ ഒരു മാനായി മാറിയിരിക്കുന്നു. ഇത് അവൾ തന്നെ. വേഗം മരുന്ന് പുരട്ടി അമ്പയ്യ. എന്നെ രക്ഷിച്ചതിന് നന്ദി. എന്നെ ചെറുപ്പത്തിൽ ഒരു മന്ത്രവാദിനി തട്ടിക്കൊണ്ടുപോയതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. വരൂ, നമുക്കവളെ രക്ഷിക്കാം. എന്നോട് ക്ഷമിക്കണേ, ഞാൻ സ്വബോധത്തിലായിരുന്നില്ല.